ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പൊന്നുമില്ല, കുറച്ച് വർത്താനമൊക്കെ പറയാനേ. നമുക്ക് പണ്ടുള്ള മുത്തശ്ശിമാരുണ്ടല്ലോ, തിണ്ണയിൽ ഇറങ്ങിയിരുന്ന് കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ, അതുപോലൊരു മുത്തശ്ശിയാണ് ഈ സുപ്പു വന്നു കേട്ടോ. കഥ പറയാൻ എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല. ഇഷ്ടം പോലെ കഥകളാണ് ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിലാകത്ത് കേട്ടോ. ഒരുപാട് കഥകളുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ വീഡിയോ തന്നെ ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിക്കും, ദൈവമേ ഇവരെന്നെ അടിച്ചു കൊല്ലാത്തത് ഭാഗ്യം ഇത്രയും ദിവസമായിട്ട്. പിന്നെ ചിലർ അറ്റവും മൂലയൊക്കെ കണ്ടിട്ട് പോകുന്നവർ കാണും. എന്നാലും ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്, എന്തോരം കഥകളാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇന്നിപ്പം സത്യം പറഞ്ഞാൽ സുപ്പനും വയ്യ. കാരണം ഞാൻ പറഞ്ഞില്ലേ കൈ പൊള്ളിയെന്ന്. കൈ പൊള്ളിയതാകെ കുഴപ്പമാണ്. ഒന്നാമത് ചക്കപ്പഴം കൂഴച്ചക്ക മാതിരി ഇരിക്കുകയാണ്. പക്ഷേ ആ തോല് പോയപ്പോൾ അതിവേദന കൊണ്ട് വയ്യ കേട്ടോ. ഇത് സംഭവം നിങ്ങൾ നോക്കുമ്പം കുറച്ചേ ഉള്ളൂ, പക്ഷേ കൈ താത്തിടുമ്പോഴത്തേന് കൈക്ക് ഭയങ്കര വേദന. ദേ ഈ കസേരയിലൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടുമ്പോഴത്തേന് ഈ ഭാഗം ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് മുട്ടുക. എന്നാൽ ചോദിക്കുള്ള കുപ്പികളെല്ലാം കൂടെ വാരി ഇട്ടേക്കുവാണെന്ന്. അത് കുഴപ്പമില്ല, അതിന് മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. ആ മുറിവിന് മേളിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് സംഭവം ഇത് നല്ല വേദനയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല മാംസമുള്ള ഭാഗമാണ് എൻ്റെ ആ കൈയുടെ ആ ഭാഗം കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വേദനയങ്ങ്. കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. കൈ താക്കുമ്പോഴത്തേന് വേദന. പിള്ളേരെ ഇതിന് എന്ന് ഉണങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനെന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മുറിവിൻ്റെ ഓയിൽമെൻറ്റും എല്ലാം തേച്ചാൽ മതിയോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. പൊള്ളലിന് നമ്മൾ അന്നേരം എന്തെങ്കിലുമൊക്കെ നമ്മൾ പുരട്ടും. പക്ഷെ ഞാൻ ഒന്നും പുരട്ടിയില്ല കേട്ടോ. ഞാൻ പുരട്ടാഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി അങ്ങ് കുമിളയായാലും ഉറക്കത്തിലായി കുമിള പൊട്ടിപ്പോയത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിയാനും പറ്റി. നമ്മളൊന്നും തേച്ചില്ല ഞാൻ കേട്ടോ. അന്നത്തെ ദിവസം പൊള്ളൽ വലുതായിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് പൊള്ളി അങ്ങ് വന്ന് ഇപ്പം നല്ല വേദനയുണ്ട്. ഒരു 3-4 ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഇപ്പോൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് വരുവാണ്. കൈയൊക്കെ താത്തിടുമ്പോഴത്തേന് ഭയങ്കര വേദന. പിന്നെ ആണെങ്കിൽ ഞാൻ ടിപ്പ് ചെയ്തല്ലോ, കയ്യിലെ നരമ്പെല്ലാം പോകും, പിന്നെ മാറും എന്നൊക്കെ പറഞ്ഞ് ദേ സുപ്പു കയ്യിലെ നരമ്പുകളെല്ലാം അങ്ങോട്ട് പാടുകളൊക്കെ അങ്ങോട്ട് മാറ്റിയപ്പം 2 കാലിലെ നരമ്പ് എഴുന്നേറ്റ് വരും കേട്ടോ. 2 ദിവസം കൊണ്ട് അതിവേദന കാലിന്. എന്തോ കുത്തിവലിപ്പാണെന്നറിയാവും, വെരിക്കോസിൻ്റെ. എനിക്കറിയത്തില്ല, അതും താങ്ങാൻ പറ്റുന്നില്ല വേദന. ഇപ്പോൾ അമ്മണി തുണി കഴുകിയിട്ട് അതിനകത്തുനിന്ന് വാരിയിട്ടിട്ട് ഇനി വന്നപ്പോഴത്തേനും അതിവേദന. 2 ദിവസം കൊണ്ട് ഭയങ്കര കാലിന് വേദന രണ്ടിനും. പിന്നെ ഇന്നലെ അതിനെക്കാട്ടിൽ ഒരു അക്കട് ചെയ്തു, വാശിപ്പുറത്ത് ചെയ്തു. എൻ്റെ പിയെ വന്നില്ല, ഇഞ്ചി കളച്ച് തരാമെന്നും പറഞ്ഞ് അങ്ങ് ഓരോന്നോരോന്ന് പറഞ്ഞു തുടങ്ങി. അല്ല പിന്നെ കിളയ്ക്കാൻ ആൾ കിളച്ചില്ല. അപ്പോഴും നമ്മുടെ സരസ്വനങ്ങ് ഭയങ്കര പരാതി. ഇവൻ എന്തിയെ ഇഞ്ചി കിളയ്ക്കാമെന്ന് പറഞ്ഞവൻ എന്തിയെ കിടന്ന് നശിച്ചു പോകട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ ഒത്തിരി ഇഞ്ചി പന്നലായിപ്പോയി കേട്ടോ. പൊടിഞ്ഞു പോവും ഇഞ്ചി താമസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെന്തോ ഇതെല്ലാം എന്തോ അങ്ങ് തറഞ്ഞു കയറുക. നമ്മുടെ സരസ്വിങ്ങനൊക്കെ ഇരുന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അങ്ങോട്ടും ഉള്ളൊരു വല്ലാത്തൊരിത്. എന്തോ ചെയ്തു. ഇന്നലെ മോന് ട്യൂഷനും ക്ലാസ്സും ഒന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മയുടെ കൂടെ നാളെ മെനഞ്ഞാന്ന് രാത്രി പറഞ്ഞു അമ്മയുടെ കൂടെ രാവിലെ വന്നോണം ഇഞ്ചി കിളയ്ക്കാൻ. എൻ്റെ പൊന്നേ, ഇവനെന്തോ ഇവിടെ ഇരുന്ന് എന്തോ കാപ്പി അതിൻ്റെ കുടിക്കുക. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഞാനൊക്കെ പോയത് കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു അമ്മ അങ്ങോട്ട് മോനങ്ങ് വന്നേക്കണം. ഇവനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വന്നേ. അപ്പോഴത്തേന് സുപ്പ് കുന്താലിയൊക്കെ എടുത്ത് ആ തിറയ്ക്കകത്ത് വെട്ടി എന്തായാലും ഞാനും മോനും കൂടെ ഇഞ്ചിയെല്ലാം കിളച്ചെടുത്തു. അപ്പോഴത്തേന് എൻ്റെ നടുവിൻ്റെ എല്ലാം ഇളകി. ഫുള്ള് നടുവേദന ഇല്ലാതിരുന്നു. നട്ടലിനൊക്കെ അകലിച്ചു കൊണ്ടെന്നാലും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് പോവാം. എൻ്റെ നട്ടലിന് എനിക്ക് വലിയ വേദനയൊന്നും തരല്ലേന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ സരസ് വന്നു. ഇനിയിപ്പം വേറെ ആരും വേണ്ടാലും ഇവിടെ ഇഞ്ചി കിളയ്ക്കാനും ഒന്നും നിനക്കാവോ സരസ്? അറിയാം, എനിക്ക് എൻ്റെ കൈയൊക്കെ പോയതല്ലേ, നമ്മുടെ ഇവിടുന്ന് കൈയൊക്കെ വിട്ടുപോയത്. ഇപ്പോഴും ഞാനങ്ങനെ
വെയിറ്റ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. ബക്കറ്റിനകത്ത് വെള്ളമോ അങ്ങനെ തുണികളോ ഭാരമുള്ളതൊന്നും എടുക്കത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഈ കൈ ഇവിടുന്ന് വിട്ടുപോയതാണ്, പിന്നെ നമ്മൾ പിടിച്ചിട്ടതാണ്. എൻ്റെ പാവം ഡോക്ടറും മരിച്ചു പോയി കേട്ടോ. നല്ലൊരു സ്നേഹമുള്ള ഒരു ഡോക്ടറായിരുന്നു. ആളിച്ച് പിരിയ നമ്മളെ കാണുമ്പോൾ. പ്രത്യേകിച്ച് എൻ്റെ പേര് പറയുമ്പം പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു. സിനിമ എന്താണെന്ന് എനിക്കറിയാം, സുപ്രിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പണ്ടുള്ളവർക്ക് ഈ നമ്മുടെ പേരൊക്കെ, എൻ്റെ ഒരു പേരൊക്കെ കേൾക്കുമ്പോൾ സുപ്രിയ പ്രൊഡക്ഷൻ എന്നൊക്കെ അവർ ഓരോ കൊടുക്കും. ഈ ഞാൻ ചെല്ലുമ്പോഴേ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. ഡോക്ടർ മരിച്ചു പോയി, പെട്ടെന്ന് എന്തോ ഒരു അസുഖം വന്ന് 1-2 വർഷമായി, 2 വർഷം ആയില്ല കേട്ടോ, മരിച്ചു പോയി. അപ്പോൾ കൈയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഇത് വിട്ടുപോയത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കത്തില്ല. എന്നാൽ ഞാൻ വലുതായിട്ട് ഈ കൈ കൊണ്ട് അങ്ങനെ നമ്മൾ ജോലികളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇന്നലെയിലെ കിടക്കയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സരസ്വനൊരു സങ്കടം, ആവുന്ന ജോലി നിനക്ക് ചെയ്താൽ പോരെ. പക്ഷേ ഞാനങ്ങോട്ട് വാശിപ്പുറത്താകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും കേട്ടോ. വേറെ ആരോടെങ്കിലും ഉള്ളൊരു കിറുവോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ജോലി ചെയ്യാൻ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. എന്തായാലും മൊത്തത്തിൽ ഞാനും മോനും കൂടെ കിളച്ച് നമ്മുടെ ഇഞ്ചിയൊക്കെ കിട്ടി. കുഞ്ഞും കിളച്ച് തന്നു കേട്ടോ, അവനും അറിയാൻ വയ്യാന്ന്. പക്ഷേ അപ്പോഴത്തേനും എൻ്റെ നടു വീണില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇന്നലെ ദിവസം എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം ഫുള്ള് തൂക്കും. ഞാൻ അങ്ങനെ തൂക്കുന്നൊന്നുമില്ല കേട്ടോ, നടു വയ്യാത്തതുകൊണ്ട്. ഇന്നലെ ആ വാശിപ്പുറത്ത് അതും ചെയ്തു. ഫുള്ള് റോഡ് മൊത്തം ഫുള്ള് തൂത്തു, ഇവിടെ എല്ലാം തൂത്തു, എന്തൊക്കെയോ ഇന്നലെ അങ്ങ് നടത്തി കൂട്ടി. പക്ഷേ 2 ദിവസം കൊണ്ട് സുഖാനങ്ങാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വേറെ ഒരു വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നോ. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, 2 ദിവസം കൊണ്ടങ്ങ് പണിയോട് പണി. ഒത്തിരി തുണി ഉണ്ടായിരുന്നു, അതെല്ലാം രാവിലെ കഴുകിയിട്ടതൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേന് എനിക്ക് കാലും അനക്കാൻ വയ്യ, എൻ്റെ കൈയും ഒന്നും അനക്കാൻ വയ്യ. പിള്ളേരെ എന്താണ് ഒത്തിരി ദിവസം കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്നിപ്പം മുഖത്തുള്ള നമ്മുടെ എനിക്കതും ചിരി വന്നു കേട്ടോ. ഈ വെളുപ്പിലൊന്നും കഴിഞ്ഞില്ലയോന്ന്. നമ്മൾ വെളുത്തില്ലെങ്കിലും ബാക്കിയുള്ളവരെ വെളുപ്പിക്കാനാണ് നമ്മൾ എന്നും ടിപ്പൊക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. കെമിക്കലോ ഒന്നും ഉള്ളതല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് കാണിക്കുന്ന അടിപൊളി കിടുക്കാച്ചി ടിപ്പുകളൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, വെറുതെ പറയുന്നതല്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം. പിന്നെന്താ, പിന്നെ ഇന്നലെ രാത്രി എനിക്ക് നമ്മുടെ അണ്ണന് ഗിഫ്റ്റ് കിട്ടിയ സ്പ്രേ, പിന്നെ ഒരു ടീഷർട്ട്, പിന്നെ വേറെ എന്തൊക്കെയോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയേട്ടാ. ഇപ്പോഴത്തെ ഈ ഗൾഫുകാർ കള്ളം കളിയാണെന്ന് തോന്നുന്നു, ഒന്നും കൊണ്ടുവരത്തില്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നും കൊണ്ടുവരത്തില്ലെന്ന് പറ്റിയിരാന്ന് തോന്നുന്നു ഇപ്പം എല്ലാവരും. എന്ന് വെച്ചാൽ സംഭവം ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണ് നമ്മുടെ നാട്ടിൽ കിട്ടും. അവിടത്തേനൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സ്പ്രേ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്കിഷ്ടപ്പെട്ട മണം കേട്ടോ. അപ്പോഴിന്ന് ഞാൻ മോനോട് പറഞ്ഞു, നമുക്ക് മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്ന നമുക്ക് ഇത് തീരുമ്പോൾ നമുക്ക് ഇനി ഓർഡർ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ എനിക്കത് അതിനകത്ത് 300, ഞങ്ങൾ നോക്കിയപ്പോൾ 325 രൂപ കേട്ടോ. ബോഡി സ്പ്രേ നല്ല അടിപൊളി മണമുള്ള ഒരു സ്പ്രേ എനിക്ക് ഇന്നലെ രാത്രി കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ചില സ്പ്രേ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ പിള്ളേരുള്ള കോളേജിലും ജോലിക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം അറിയാം, എങ്ങനെയാണെന്നറിയാം. ഇവിടെ 2 പേരുണ്ട്, ഇവർ ഈ സ്പ്രേ ഇങ്ങോട്ട് കാൽപാദം മുതൽ വേളി വരെ അവരടിക്കും. ഞാൻ അതോ അടുക്കള നിന്ന് കേൾക്കാൻ നമുക്ക് സ്പ്രേ അടിക്കുന്നു, 2 അത് തന്നെ. അപ്പോഴേ ഇന്നാൾക്ക് ഇതേപോലെ വേറെ സ്പ്രേ ഞാൻ വാങ്ങിച്ചതാന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ എൻ്റെ സാരിയുടെ ഇടുക്കി ഞാൻ പറഞ്ഞു ഇതെനിക്ക് മാത്രമുള്ളത്. എനിക്ക് ചില ഇതിൻ്റെ മണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ ഇവരെല്ലാം കണ്ടു, പക്ഷേ ഇവരിനി തരുമെന്ന് ലക്ഷണമില്ല. പക്ഷെ നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു മണം കേട്ടോ. അതുകൊണ്ട് അടിച്ചു മാറ്റി ഇങ്ങനെ വെച്ചേക്കുക, അവരടിക്കട്ടെ. പിന്നെ നമുക്ക് അത്തറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ കുപ്പിക്കകത്ത് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ഇന്നാൾക്ക് അങ്ങനെ മോനൊരെണ്ണം വാങ്ങിച്ചിട്ട്, പക്ഷെ നല്ല മണമുള്ളത് കേട്ടോ, ചെറിയ കുപ്പിക്കകത്ത്. പിന്നെ ഇവിടെ പിന്നെ തീരുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. കിട്ടിയില്ലെങ്കിലും നമ്മൾ വാങ്ങിച്ചു വയ്ക്കാറുണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ.
എനിക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലുള്ള ഉണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ ഒരുപാട് അങ്ങ് ഇതൊന്നുമില്ല, തലയ്ക്ക് പിഴാന്ത് പിടിക്കുന്ന സ്മെല്ലുള്ളതല്ല, ഒരു ലൈറ്റ് മണമൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ എനിക്ക് കിട്ടിയതാണ്, അന്നേരം മുതൽ മണപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല സ്പ്രേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല മണം, ചിലതിനൊക്കെ നല്ല മണമാണ്. അപ്പോഴങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോഴേ ഇന്നാണോ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇതിൽ സ്റ്റാർ മോളുണ്ടാക്കിയത് കേട്ടോ, മോളുണ്ടാക്കിയത്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നാണെന്നറിയോ, ക്രിസ്മസ് 25-ാം തീയതി ആണെങ്കിൽ 24-ാം തീയതിയാണ്. നമുക്ക് 2 സ്റ്റാർ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴിവിടെ ഞാൻ മെനഞ്ഞാണ് യൂട്യൂബിനകത്ത് കേട്ടോ, ഇത് മോനെ ഇതൊന്നും എടുത്താ കൂട്ടാ. അപ്പോഴേ യൂട്യൂബിനകത്തുണ്ടല്ലോ സ്റ്റാർ ഉണ്ടാക്കുന്നത്, പക്ഷെ നന്നായിട്ട് ഇത് അവൾ ഉണ്ടാക്കി കേട്ടോ. അപ്പോഴിത് നല്ല എൻ്റെ പേപ്പറും കൊണ്ടാണ് കേട്ടോ, നല്ല കിതുവാണ്. പക്ഷേ 24-ാം തീയതി ഉണ്ടാക്കിയത്. അപ്പോഴും ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി 2-3 കെട്ടി തൂക്കിയിട്ടാണെങ്കിൽ നല്ലതല്ലായിരുന്നു. കരോളുകാരൊക്കെ വരുമ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും എന്തോരം സ്റ്റാറാണെന്ന് അവർ വിചാരിക്കില്ലേ. ലൈറ്റും ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, വയറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്നാണ് അവൾ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല കിടു ഐറ്റമായിട്ടത് കിട്ടി. അത് ഇന്ന് ആരോ എന്നോട് ചോദിച്ചു ഉണ്ടാക്കിയതാട്ടോ. മോൾ അവിടെ ഇവിടെ 2ആയിട്ട് അവൾ ഉണ്ടാക്കിയിട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഞാനും ഉണ്ടാക്കുമായിരുന്നു, എനിക്ക് ഈ പേപ്പറും കൊണ്ടൊക്കെ ഓരോ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. കോവിഡ് സമയത്ത് ഒരുപാട് ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അവസാനം ഞങ്ങളുടെ പെരയ്ക്കകത്ത് വയ്ക്കാൻ സ്ഥലമില്ലാതായിപ്പോയി. നമ്മുടെ ആ തേക്കിൻ്റെ പൂവുണ്ടല്ലോ, ഞാൻ വിചാരിക്കുക ദൈവമേ അയ്യത്ത് കിടന്നാൽ അത് പൊടിഞ്ഞു പോകും. തേക്കിൻ്റെ പൂവ് അയ്യത്ത് കളഞ്ഞാൽ ഇതങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷെ നമ്മുടെ പെരയിൽ ഇപ്പോഴും ഇരിക്കുന്ന ഞാൻ മെഴുകുപൂ വന്ന് നമ്മളുണ്ടാക്കിയത്, ഒരുപാട് മെഴുകുപൂ വന്ന് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പല ക്രയോൺ പെൻസിലും വെച്ച് നമ്മൾ മെഴുകുപൂ ഉണ്ടാക്കുമല്ലോ, നമ്മുടെ വിരലിങ്ങനെ മുക്കിയിട്ട് നമ്മൾ അതിനകത്ത് പിടിപ്പിച്ചാൽ ഒത്തിരി ഞാൻ ഉണ്ടാക്കി. അവസാനം ഈ ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ലാതായിപ്പോയി. ഇനി ഒത്തിരിയൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ ഒരു ഭ്രാന്തായിരുന്നു ആ കോവിഡ് സമയത്ത്, ഒരുപാട് ചെടികൾ. എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല എന്തൊക്കെ ഞങ്ങൾ എവിടെയല്ല ഈ വീടിന് 4 വശത്ത് നമ്മൾ സരസ് ഓടിച്ചിട്ട് അടിച്ചില്ലെന്ന് അമ്മയ്ക്ക് മുഖം വേറൊരു പണിയിൽ ഒരുപാട് ചെടി ഞങ്ങളാക്കിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. അപ്പോഴും പല ഇതിലൊക്കെ ഞാൻ ചട്ടിക്കകത്ത് ഇങ്ങനെ കമ്പ് കുത്തിയിട്ട്, പിന്നെ ഈ പറങ്കാവിൻ്റെ കമ്പൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ചെറിയ ശിഖരത്തിനകത്ത് ചിരട്ടയ്ക്കകത്ത് ചെടി നട്ട് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കേട്ടോ. വലിയ ചട്ടിക്കകത്ത് നമ്മളത് കുഴിച്ച് വയ്ക്കും. എന്നിട്ട് ആ കമ്പിനകത്തെല്ലാം നമ്മൾ ഈ ചിരട്ടയ്ക്കകത്ത് ചെടി നട്ടിട്ട് നമ്മുടെ പുല്ല് മാതിരിയുള്ള ചെടി നട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഫുഡ് ഓരോന്നോരോന്നും ഉണ്ടാക്കിയിട്ട് സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഒക്കെ ഇട്ടില്ല അതിനകത്തോട്ട് തകർത്ത് വാരിയിടുമായിരുന്നു. അന്നെല്ലാം പിള്ളേർ എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നേടി നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അന്ന് എന്നോട് പറഞ്ഞതായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നോരോന്നും ഞാൻ ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊന്നും ഈ മന്ദബുദ്ധിക്ക് ഒരു ബുദ്ധി തോന്നിയില്ല കേട്ടോ. പിന്നെയാണ് ഞങ്ങൾക്ക് കുഞ്ഞൊരു സങ്കടമോ വിഷമങ്ങളോ ഒക്കെ വന്നപ്പോൾ പിള്ളേർക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴാണ് എനിക്ക് അമ്മ ഇങ്ങനെ അവനെനിക്ക് ചെയ്യുന്ന ചാനലൊക്കെ ഇട്ട് തന്നത് കേട്ടോ. സത്യം അപ്പോഴൊത്തിരി എനിക്ക് വിഷമങ്ങളൊക്കെ മാറി, ഒരുപാട് കൂട്ടുകാരെയും കിട്ടി കേട്ടോ. ഒരുപാട് കൂട്ടുകാരെയും കിട്ടി. നമ്മൾ ഒത്തിരി പേരെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒത്തിരി സന്തോഷം. അങ്ങനെ നിങ്ങൾക്കറിയണം ഈ സുപ്പുവിന് വേണ്ടി ഒരാളൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ചാനൽ എഴുതി കാണിക്കാം കേട്ടോ. എൻ്റെ ഒരു അനിയൻ കുഞ്ഞ് എറണാകുളത്താണെന്ന് തോന്നുന്നു വീഡിയോ. അപ്പോഴും എനിക്ക് അന്ന് 500 സബ്ബൊന്നും ആയില്ലായിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പോഴിങ്ങനെ നമ്മൾ ചാനൽ വഴി വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടപ്പം വഴി ആളിങ്ങനെ ഓരോരുത്തരുടെയും ഓരോ ഇതൊക്കെ ഇട്ട് ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ ഇങ്ങനെ കയറ്റി വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചുമ്മാ വെറുതെ ഞാൻ എൻ്റെ അനിയൻ കൊച്ചിനോട് ഞാൻ പറഞ്ഞതാ എന്നെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്രയ്ക്ക് എന്നോട് സ്നേഹമുള്ള ഒരാളാണ്, ഒരു കുഞ്ഞാണ് അതൊന്നും കേട്ടോ. എറണാകുളത്തും കണ്ടാ വീട് കേട്ടോ. അപ്പോഴും അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ നമ്മൾ എന്നും കണ്ടു. അങ്ങനെ മോന് BP കുറയുമായിരുന്നേ. അപ്പോഴങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ.
പെട്ടെന്നാണ് സുപ്ര ചേച്ചിയുടെ വിശേഷങ്ങളെന്നും പറഞ്ഞ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മളെ നോക്കിയപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പുള്ളി എന്താ എനിക്ക് വേണ്ടി എൻ്റെ വീഡിയോ ഇങ്ങനെ ഓരോന്നൊക്കെ അന്ന് നമുക്ക് തുടങ്ങിയതല്ലല്ലോ. നമുക്ക് ഒരുപാട് അറിവുകളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് നിർദ്ദേശങ്ങളും അതിനകത്തെ പോരായ്മകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. നമ്മൾ അന്നേരം എനിക്ക് തോന്നുന്നു 500 സബോ ആയോ ഒന്നും എനിക്കറിയത്തില്ല. ഒരുപാട് പോരായ്മകൾ ആ സമയത്ത് നമുക്ക്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ഇത് ചെയ്ത് എല്ലാം ശരിയാക്കണം. സുപ്ര ചേച്ചിയുടെ വിശേഷങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം. അതെനിക്കൊന്ന് കുറച്ചെങ്ങാണ്ട് ആൾക്കാരെ കണ്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ആ കുഞ്ഞിട്ട ആ വീഡിയോ ഞാനിപ്പോഴും കാണാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് നമ്മളെ ഓരോരുത്തർ സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടോ. എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ കാണും. ഇപ്പോഴും ആള് പുറത്താണല്ലോ, ഗൾഫിലാണ്. അപ്പോഴും അവർക്ക് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ, ജോലിക്ക് പോകുന്ന കുഞ്ഞാ. അപ്പോഴും നമ്മുടെ വീഡിയോ ആയിട്ടൊന്നും കണ്ടുകൊണ്ടിരിക്കാനൊന്നും സമയമില്ലല്ലോ. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ആ വീഡിയോ എടുത്ത് കാണാറുണ്ട് കേട്ടോ. ഞാൻ ചാനലിൻ്റെ പേരൊക്കെ ഞാൻ നമുക്ക് എഴുതിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ദൈവമേ, നമ്മളെപ്പറ്റി ഒരാളൊരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് നല്ല മനസ്സ് ആൾക്കാരുടെ അല്ലേ. ചിലർ പിന്നെ കുശുമ്പം പാർട്ടികൾ കാണും കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പറ്റി ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുപ്പുവിനോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി കേട്ടോ. ഒരാളെ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ. അങ്ങനെ ഒരുപാട് എൻ്റെ അനിയന്മാരെ കേട്ടോ, SJMO എനിക്ക് ഒരുപാട് അനിയന്മാർ, എൻ്റെ മൂത്ത മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ 500 സംഭവം ആവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരിങ്ങനെ വീഡിയോ ചെയ്യുമ്പം പിന്നെ എന്താ പേര് പറഞ്ഞ് ചേച്ചി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴും നമുക്ക് ഒരുപാട് സമ്പൊക്കെ ആവും, കൂട്ടുകാരെ കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. 2024 ഈ നടന്ന സംഭവം 2024 കേട്ടോ. എനിക്ക് കുഞ്ഞാ വീഡിയോ ഇട്ട് ചെയ്തത്. അങ്ങനെയൊക്കെയാണ് സുപ്പുവിൻ്റെ വിശേഷങ്ങൾ. ഇന്ന് കള്ളംകളി വീഡിയോ ആയിരുന്നു. സുപ്പുവിന് വയ്യാത്തതുകൊണ്ട് കേട്ടോ. ഇവിടൊക്കെ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്തൊരു വേദനയാണ്. എങ്ങനെയാലും നിങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഓയിൽമെൻറ്റ് തേച്ചാൽ മതി പറയണേ കേട്ടോ. അപ്പം ഇന്ന് കള്ളത്തരമായിരുന്നു സുപ്പുവിൻ്റെ. വയ്യാത്തത് കൊണ്ട് കാലത്തി വേദന. എപ്പോഴും നമ്മൾ ബ്യൂട്ടി ടിപ്പ് ചെയ്യാതെ നമ്മളെ ചീത്ത കേട്ടോ. എനിക്ക് പേടിയാതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ സുപ്പുവിൻ്റെ കഥ പറച്ചിലും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചില ദിവസമൊക്കെ ഉണ്ടല്ലോ നമുക്ക് വിഷമവും സങ്കടങ്ങളും സന്തോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത് ഒരു സമാധാനമാണ് സത്യം പറഞ്ഞ് കേട്ടോ. നമ്മളെ ഒരുപാട് ആൾക്കാരിങ്ങനെ നമ്മളെ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില ദിവസം നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും അല്ലേ. അറിയില്ല, കാണുന്നവരൊക്കെ കാണണ്ടേ അല്ലേ. നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അല്ലേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വയ്യാഞ്ഞത് കൊണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടിപ്പൊക്കെ ചെയ്യാമായിരുന്നു. ഒന്നും വേണ്ട. എന്നാലും എൻ്റെ അനിയൻ കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പിന്നെ എനിക്ക് കമൻ്റ് ഇടുന്ന എൻ്റെ കൂട്ടുകാർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് വയ്യായികയൊക്കെ ആയതുകൊണ്ട് കഥ പറഞ്ഞത് ഒത്തിരി ആയെന്ന് തോന്നി. ഇപ്പം തന്നെ ഒരു 19 മിനിറ്റ് ഞാൻ ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്, നിങ്ങളെന്നെ കൊന്നു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ.